കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. രണ്ടാമത്തെ ദിവസമാണിത്. രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് റെഡിയായി നമ്മൾ ഹോട്ടലിൽ താഴേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. കാരണം അത് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് കയറി. എന്നാലും വെറൈറ്റി ഫുഡായിരിക്കും നമുക്കറിയാം. കാരണം ട്രിപ്പിലൊക്കെ എല്ലാം അങ്ങനെയുള്ള ഫുഡുകളാണ്. ബൊഫേ ആയിട്ട് നമുക്ക് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ്. എല്ലാം ചൈനീസ്, കോണ്ടിനെൻ്റൽ, എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് ഇവിടെ. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നാലും എല്ലാം നമ്മൾ നോക്കി. ബ്രെഡ് ഉണ്ട്, നമ്മൾ പലതരം ബണ്ണുണ്ട്, പിന്നെ ഡോനറ്റ്സ് ഉണ്ട്, എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ അത് ലാസ്റ്റ് നമുക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഫുഡും ഇതിനകത്തുണ്ട്. ഓരോന്നോരോന്ന് ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തു. അവസാനം നമ്മൾ ചെന്ന് എത്തിപ്പെടുത്തത് എന്തായാലും ഇഡ്ഡലിയിലാണ്. രാവിലെ കഴിക്കാനായിട്ടുള്ള ഇഡ്ഡലിയും ചട്നി, സാമ്പാറൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ചെന്ന് എത്തിപ്പെട്ടത്. പിന്നെ നമ്മളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എന്നാലും നമുക്ക് വയറിനൊരു സുഖം, നമുക്ക് കഴിക്കാനൊരു തൃപ്തി, ഇതൊക്കെ നമ്മൾ ഇന്ന് ഇഡ്ഡലിയിൽ ചെന്ന് അവസാനിച്ചു. പിന്നെ ഓംലെറ്റ്, മുട്ട ബോയിൽ ചെയ്തത്, ഇതൊക്കെ നമുക്കിവിടെ ഉണ്ട്. എല്ലാം നമ്മൾ ഓരോന്നോരോന്നൊക്കെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചായയൊക്കെ പല വെറൈറ്റി ചായയാണുള്ളത്. അതെല്ലാം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കൂടെ തന്നെ 10-20 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഓരോരോ ടൈമിൽ വന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ നേരത്തെ റെഡിയായി ടൈമിൽ തന്നെ നമ്മൾ ഇറങ്ങി ചെന്നു. കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ വന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ കുറച്ച് താമസിച്ച് അവരുടെ കുട്ടികളെയൊക്കെ റെഡിയാക്കി വരണമല്ലോ. സിംഗപ്പൂർ എന്ന് പറയുന്ന സിറ്റിയെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. കാരണം ഒത്തിരി പേരും പോയി നമ്മളോടിങ്ങനെ അവിടെ പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹിച്ചു. കാര്യം എൻ്റെ ചേട്ടനാണെങ്കിലും ഒന്ന് നേരത്തെ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ആ കൂടെ പോകാൻ പറ്റിയില്ല. മക്കളുടെ വിദ്യാഭ്യാസ കാലം അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് എനിക്ക് വീണ്ടും പോകണമെന്ന് തോന്നി. ഞാനപ്പോൾ പറഞ്ഞു എന്തായാലും എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് കേട്ടോ ഇങ്ങനെയൊരു ചാൻസ് കിട്ടിയത്. അങ്ങനെയാണ് ഞങ്ങളിതിന് തയ്യാറായത്. 5 days പ്രോഗ്രാമായിരുന്നു കേട്ടോ. യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അതുപോലെ സെൻറ്റോസ ഐലൻഡ്, അതുപോലെ നമുക്കൊരു ക്രൂസിൽ പോകാനുള്ളൊരു ചാൻസും കൂടി ഉണ്ട് ഈ കൂടെ. ഇത് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീമായിരുന്നു കേട്ടോ. കാരണം 3 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വന്നത്. വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പം അറഫത്ത് എന്ന് പറയും, അറഫത്തിൻ്റെ വൈഫും കുട്ടികളുമാണ്. സഫന എന്തായാലും നന്നായിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അവരെന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ. പക്ഷേ രക്ഷയില്ല, വലിയ പാടാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി. നല്ല നല്ല ബിൽഡിങ്സാണ് അവിടെ ഉള്ളത്. അതാണ് ഭയങ്കര വെറൈറ്റി ബിൽഡിങ്സ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഭയങ്കര ടോളാണ് മിക്ക ബിൽഡിങ്ങും. അതൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അത്. നല്ലൊരു ഹോട്ടലായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. അതിനൊരു ചേർന്നുള്ള ബിൽഡിങ്, ഇതൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ യാത്രയ്ക്ക് പുറപ്പെടാനായിട്ട് വന്നതാണ്. നമ്മുടെ കൂടെയുള്ള ട്രിപ്പിന് വന്നിരുന്ന ആളുകളൊക്കെയാണിത്. ഈ ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി അവാർഡ് കിട്ടിയ, ഏഷ്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ഹോട്ടൽ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു അത്. ഇത് നമ്മുടെ ഗൈഡാണ്. നമുക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഗൈഡ്സ് ഉണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കേബിൾ കാറൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് നല്ലൊരു വ്യൂ ആണ് നമുക്ക് മുകളിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അതിൽ കയറാനുള്ള. അപ്പോൾ അതിൽ കയറാനുള്ള തിരക്ക് തന്നെയാണ് ഇവിടെ. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്, നമ്മുടെ കൂടെ ഉള്ളവരല്ല, പലരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയറാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ കയറുകയും വേണം. നമ്മൾ ഒത്തിരി ഡിലേ വരുത്താൻ പാടില്ല. ആ നിൽക്കുന്ന ഒരു ഫിക്സഡ് ടൈമാണ് അതവിടെ വന്ന് ലാൻഡ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കയറിക്കോളുക, പെട്ടെന്ന് ഡോർ അടയും. അപ്പോൾ ഞങ്ങൾ രണ്ടും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള അറഫത്തും സഫനയും ഞങ്ങളുടെ കൂടെ കേബിൾ കാറിലായിരുന്നു. അപ്പോൾ നല്ലൊരു ഫാമിലിയാണ് ഞങ്ങളുടെ കൂടെ അക്കമ്പനി ചെയ്തത്. നമ്മൾ ബിസിനസ് പരമായിട്ടും എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു ഫാമിലിയാണ്. അതിലും കുഞ്ഞുങ്ങളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെയായിരുന്നു ഒട്ടുമിക്ക സമയവും. അവർക്കൊക്കെ ആണെങ്കിലും ഒന്ന് കൈമാറാനാണേലും കുഞ്ഞുങ്ങളൊക്കെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നമുക്ക് ശരിക്കും കാണാം. ഉറുമ്പ് പോകുന്ന പോലെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടു. ഏതായാലും അറഫത്ത് വീഡിയോ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ പോവുകയാണ്. ഞാനും എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഞാനും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ, നല്ല രസമുണ്ട്.
അതോടൊപ്പം ഇങ്ങനെ പല പല റോയിൽ കൂടെ ഇങ്ങനെ ഈ കേബിൾ കാർ ഇങ്ങനെ പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കാണാൻ നല്ല രസമാണ്. നല്ല മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടോ, ആ വെള്ളം പുഴയൊക്കെ നല്ല ബ്ലൂ കളറാണ്. പിന്നെ നമ്മളൊരു ഷോപ്പിലേക്കൊക്കെ കയറി. അവിടെ കംപ്ലീറ്റ് ഇങ്ങനെ കുട്ടികൾക്കുള്ള സാധനങ്ങളും അതുപോലെ ഇതിൻ്റെ സിംഗപ്പൂരിൻ്റെ സിംബലായ ലയൺ അതൊക്കെ ഉണ്ട്. അത് ഐസ്ക്രീം ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും എല്ലാം ആ സിംബലോടുകൂടി തന്നെ ഒട്ടും മിക്കതും കാണുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്ന് നോക്കി. മേടിക്കാനൊന്നും നിന്നില്ല, കാരണം കുട്ടികളൊന്നും കൂടെ ഇല്ലായിരുന്നുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിച്ചില്ല. ഞങ്ങളുടെ മോൻ്റെ കല്യാണമൊക്കെ അടുത്തിരുന്ന സമയമായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെയും ചോദിച്ചു, ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ, നിങ്ങൾ കല്യാണം അടുത്തിരുന്ന സമയത്തൊക്കെ നിങ്ങൾ കറങ്ങാൻ പോകണമെന്ന്. പക്ഷേ സിംഗപ്പൂരിൽ നിന്ന് കേട്ടോ ഞാൻ ചാടി വീണത്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ മാറ്റി വെച്ചേനെ. ഇതൊരു വാക്സ് മ്യൂസിയം ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മളവിടെ ഭയങ്കര ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. ഈ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷനിലൊക്കെ സമയമായതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും സ്റ്റാഴ്സും ഇങ്ങനെയുള്ളതൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ആളുകളുടെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ വാക്സ് പ്രതിമകൾ, സ്റ്റാച്യു ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്നോരോന്നും നമ്മൾ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഫേമസ് ആയിട്ടുള്ള ആളാണ്, എല്ലാവർക്കും നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളാണ് ഇതിനകത്തെല്ലാം. വിദേശീയരും ഒപ്പം നമ്മുടെ ഇന്ത്യക്കാരും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ മോദിജിയൊക്കെ ഉണ്ട് അവിടെ, ഗാന്ധിജി ഉണ്ട്, എല്ലാവരും ഒത്തിരി പേര് നമ്മൾ ഇങ്ങനെ കണ്ടു. നമ്മുടെ ഹിന്ദി സ്റ്റാർ ഷാരൂഖ് ഖാൻ, അതുപോലെ പോപ്പ് ഗായിക മഡോണ, അതുപോലെ ഒബാമ, കരീന കപൂർ, ദീപിക പദുകോൺ, നമ്മുടെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ ഒരു ഫോട്ടോയും എടുത്തു. ഇതാരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ കൃത്യമായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ധാരാളം ആളുകൾ അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനും പോയി ഇന്ന് ഒരു ഫോട്ടോ എടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ ആയിരുന്നു അത്. എന്തായാലും ഒരു സുന്ദരിയുടെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാൻ സാധിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മളിങ്ങനെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തെടുത്ത് നമ്മളിങ്ങനെ പോരുകയാണ്. ഇത് സത്യമായ കാര്യമാണ്. അപ്പോൾ ഒത്തിരി മ്യൂസീഷ്യൻസൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ ഈ സിംഗപ്പൂർ ആയിട്ടുള്ള അവിടുത്തെ നേറ്റീവായിട്ടുള്ള മ്യൂസീഷ്യൻസൊക്കെ ഉണ്ട്. നമുക്ക് ആരെയും അറിയില്ല, എന്നാലും ധാരാളം ആളുകളുടെ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും നല്ല അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു മ്യൂസിയം ആണ്. എന്നാലും ഇവിടെ ഇതൊക്കെ വന്നൊന്ന് കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ഹിന്ദി ഫിലിം സ്റ്റാർസ് അതുപോലെ എല്ലാവരും കണ്ടോ, എല്ലാവരും ഉണ്ട്. നമുക്ക് ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട്. അതുപോലെ നമ്മുടെ കരീന കപൂർ, ദീപിക പദുക്കോൺ, സുസ്മിത സെൻ, അങ്ങനെ ഒത്തിരി പേരെ നമ്മൾ കാണാൻ സാധിച്ചു. എല്ലാവരുടെയൊന്നും ഫോട്ടോസ് നമ്മൾ ഇതിനകത്തേക്ക് പകർത്തിയിട്ടില്ല. എല്ലാം നമുക്ക് ഇടാൻ വീഡിയോ ഷോട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തായാലും നല്ല അടിപൊളി ഒരു സ്ഥലമായിരുന്നു. അതുപോലെ അവിടുത്തെ ഒരു ഇതുണ്ടോ മൈക്കാണ്, നല്ല ഭംഗിയാണ്, നല്ല ഗോൾഡൻ മൈക്ക്, നല്ല ഭംഗിയായിരുന്നു. ഒരെണ്ണം വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വിലയൊക്കെ കേട്ടപ്പോൾ നമ്മൾ വാങ്ങിയില്ല കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ. എന്നാലും ഇതൊക്കെ കണ്ടാൽ വാക്സാണെന്ന് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് മോദിജിയുടെ നമുക്ക് അത്ര അങ്ങ് ഭംഗിയായിട്ട് തോന്നിയില്ല. ഇതൊക്കെ നമുക്ക് നല്ല ഇതായിട്ട് തോന്നി. നമ്മുടെ അമിതാഭ് ബച്ചൻ കണ്ടോ, എല്ലാവരും ഉണ്ട്. അങ്ങനെ കേബിൾ കാർ അങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്തോടെ തന്നെയാണ് പോകുന്നത്. ഇതൊരു സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അവിടെ ഇങ്ങനെ വെള്ളത്തിൽ കുഞ്ഞുങ്ങൾ കളിക്കുന്നത് കാണാം. നല്ല എൻജോയ് ചെയ്താണ് പിള്ളേർ കളിക്കുന്നത്. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ പിള്ളേർ വെള്ളത്തിൽ കയറിയാലും വലിയ ചെടിയിലൊക്കെ ഇടാലും ടീച്ചേഴ്സ് വഴക്കുറയും. ഇതൊന്നുമല്ല, പിള്ളേരെ എൻജോയ് ചെയ്യാനായിട്ട് വിട്ടിരിക്കുക. അങ്ങനെ നമ്മൾ എസ്കലേറ്ററിൽ ഇങ്ങനെ കയറിയിട്ട് നമ്മളിങ്ങനെ ഒരു മോണോറെയിലാണ് പോയത് കേട്ടോ. അങ്ങനെ പോയി അവിടെ കയറി നമ്മളിതുപോലെ ഒരു വേറൊരു കേബിൾ കാറാണിത്. കേബിൾ കാർ എന്ന് പറയുന്നത് ഓപ്പൺ സാധനമാണ് കേട്ടോ. കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അത്ര സേഫ് അല്ല. അപ്പോൾ നമ്മൾ ഹെൽമെറ്റൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഇരുത്തിയേക്കാണ് അവിടെ. അപ്പോൾ തിരിച്ചു അങ്ങോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കേബിൾ കാറിൻ്റെ താഴെ രണ്ട് വണ്ടി പോലത്തെ ഒരു സാധനമുണ്ട്, ചെറിയൊരു വെഹിക്കിൾ. അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതിനൊന്നും അതില്ല. നമ്മളവിടെ ചെന്നപ്പോഴാണ് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടോ. നിങ്ങളെ കാണിച്ചു തരാവേ അതെന്താണെന്ന്. ഇതാണ് സാധനം, ഇതാണ് നമ്മുടെ കേബിൾ കാറിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ളത്. ഇതൊരു ഭയങ്കര രസമായൊരു സംഭവം. അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല, കാരണം ഒരു നിവൃത്തിയില്ല എടുക്കാൻ. ഇത്തിരി റിസ്ക് ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ അലൗഡല്ല കേട്ടോ. അത് നല്ല താഴേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല സ്ലോപ്പിൽ കൂടെയാണ് ഇത് പോണത്. ഇനി വേറെ പ്രത്യേക എഞ്ചിനോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ നല്ല രസമായിരുന്നു അത് പോണ കാണാൻ. അതിൻ്റെ ഓപ്പറേഷനൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു ഈ ഒരു വെഹിക്കിൾ. എന്തായാലും നിങ്ങൾ ഇത് കാണുക, നിങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ. താങ്ക്